ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേരള PSC പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കുറച്ച് ലെങ്തി ആയിരുന്നു, ഒരു 50 ക്വസ്റ്റ്യൻസോളം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു അത് ഒരുപാട് ലെങ്തായി, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒത്തിരി ഷോർട്ടാക്കി ഒരു വീഡിയോയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് വെച്ചാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് ആദ്യത്തേലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ, which law of library science is related with the growth of the libraries? Fifth law. Fifth law ആയ library is a growing organism emphasize ചെയ്യുന്നത് ലൈബ്രറി കളക്ഷൻ, യൂസേഴ്സ്, സർവീസസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം തുടർച്ചയായി വളരുന്നുണ്ട് എന്നാണ്. കാലക്രമേണ ലൈബ്രറികളിൽ ബുക്സ് ഓർ അതർ കളക്ഷൻസ് കൂടുന്നതനുസരിച്ച് ലൈബ്രറികൾ എക്സ്പാൻഡ് ചെയ്യാനും ഇവോൾവ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനുമുള്ള ആവശ്യകതയാണ് ഈ ലോയിൽ എടുത്തു കാണിക്കുന്നത്. Next, the name of the journal published by DRTC is Library Science with a slant to Documentation. Library Science, Information Science, Documentation Science-ലൊക്കെ റിസർച്ചസിലും ഡെവലപ്മെൻറ്റ്സിലും ഫോക്കസ് ചെയ്തിരുന്ന ജേണലാണ് ഇത്. ഇൻഫർമേഷൻ ഓർഗനൈസേഷൻ, ഡോക്യുമെൻറ്റേഷൻ സ്റ്റഡീസ് എന്നീ ഫീൽഡുകളിൽ സ്കോളർലി കമ്മ്യൂണിക്കേഷനും റിസർച്ചും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ജേണലിൻ്റെ നെയിം സെവറൽ ടൈംസ് ചേഞ്ച് ചെയ്തിരുന്നു. പിന്നീട് 1988 ലൈബ്രറി സയൻസ് വിത്ത് എ സ്ലാന്റ് ടു ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഇൻഫർമേഷൻ സ്റ്റഡീസ് എന്നാക്കി മാറ്റിയത്. 2000 മുതൽ ഇത് സിറേൽസ് ജേർണൽ ഓഫ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ സിറേൽസ് രംഗനാഥൻ എൻഡോവ്മെൻറ്റ് ഫോർ ലൈബ്രറി സയൻസ് ആണ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. നെക്സ്റ്റ്, റിസോഴ്സ് ഷെയറിംഗ് ഇസ് എ പാർട്ട് ഓഫ് ലൈബ്രറി കോർപ്പറേഷൻ. യൂസേഴ്സിന് മികച്ച സർവീസ് കൊടുക്കാനായി ലൈബ്രറികൾ അവരുടെ കളക്ഷൻസ്, സർവീസസ്, ഫെസിലിറ്റീസ് എന്നിവ പരസ്പരം ഷെയർ ചെയ്യുന്ന രീതിയാണ് റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻ്റർ ലൈബ്രറി ലോൺ, ഡോക്യുമെൻ്റ് ഡെലിവറി, ഷെയർഡ് ഡാറ്റാബേസസ്, കോപ്പറേറ്റീവ് കളക്ഷൻ ഡെവലപ്മെൻറ്റ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആക്ടിവിറ്റീസ് വഴി ലൈബ്രറികൾ തമ്മിലുള്ള സഹകരണവും മ്യൂച്വൽ സപ്പോർട്ടും ഉൾപ്പെടുത്തുന്നതിനാൽ റിസോഴ്സ് ഷെയറിംഗ് ലൈബ്രറി കോർപ്പറേഷൻ്റെ ഭാഗമായി കൺസിഡർ ചെയ്യപ്പെടുന്നു. അടുത്തതും ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മോഡിഫൈഡ് ആൻഡ് ഡെവലപ്ഡ് നെയിം ഓഫ് ലൈബ്രറി കോർപ്പറേഷൻ? റിസോഴ്സ് ഷെയറിംഗ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻ്റർ ലൈബ്രറി ലോൺ? ലോൺ ഓഫ് ബുക്സ് ഫ്രം അതർ ലൈബ്രറീസ്. ഇൻ്റർ ലൈബ്രറി ലോൺ എന്ന് വെച്ചാൽ ഒരു ലൈബ്രറിയിലെ അവരുടെ യൂസേഴ്സിന് യൂസ് ചെയ്യാനായി മറ്റൊരു ലൈബ്രറിയിൽ നിന്ന് ബുക്സോ മറ്റ് രേഖകളോ കടമെടുക്കുന്ന ഒരു സർവീസാണ്. സ്വന്തം ലൈബ്രറിയുടെ കളക്ഷനിൽ ലഭ്യമല്ലാത്ത മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാൻ യൂസേഴ്സിനെ ഈ സർവീസ് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഷെയർഡ് കാറ്റലോഗിംഗ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിസോഴ്സ് ഷെയറിംഗ്. ഷെയർഡ് കാറ്റലോഗിംഗ് എന്നത് ഒന്നിലധികം ലൈബ്രറികൾ സ്വന്തം റെക്കോർഡുകൾ വെവ്വേറെ തയ്യാറാക്കുന്നതിന് പകരം ഒരുമിച്ച് കാറ്റലോഗ് റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ടൈം സേവിങ്ങുമാണ്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് റെഡ്യൂസ് ചെയ്യാനും ലൈബ്രറികൾക്ക് ബിബ്ലിയോഗ്രഫിക്കൽ ഡാറ്റ ഷെയർ ചെയ്യാനും അലൗ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, FID വാസ് ഫൗണ്ട് ബൈ പോൾ ഓട്ട്ലെറ്റ് ആൻഡ് ഹെൻറി ലാ ഫോണ്ടെയിൻ. ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ FID 1895 ബ്രസൽസിൽ വെച്ചാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ പോൾ ഓട്ട്ലെറ്റ് ആൻഡ് ഹെൻറി ലാ ഫോണ്ടെയിൻ. റെക്കോർഡഡ് നോളജ് ഓർഗനൈസ് ചെയ്യുകയും അതിന് യൂണിവേഴ്സൽ ആക്സസ് കൊടുക്കുകയും ചെയ്യാനുള്ള എയിമോട് കൂടെയാണ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിബ്ലിയോഗ്രഫി IIB എന്ന പേരിൽ ഈ ഓർഗനൈസേഷൻ ആദ്യം ആരംഭിച്ചത്. നെക്സ്റ്റ്, ദ ഇൻ്റർ ലൈബ്രറി റിസോഴ്സ് സെൻറ്റർ ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് JNU ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് ഇൻ്റർ ലൈബ്രറി റിസോഴ്സ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യയിലെ അക്കാഡമിക് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനിടയിൽ ലൈബ്രറികൾ തമ്മിലുള്ള കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യാനും ഇൻ്റർ ലൈബ്രറി ലോണും റിസോഴ്സ് ഷെയറിങ്ങും എളുപ്പമാക്കാനും വേണ്ടിയാണ് ഈ സെൻറ്റർ ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യമായി ലൈബ്രറി ഡെവലപ്മെൻറ്റിനായി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? SR രംഗനാഥൻ. പൈനിയർ ഓഫ് മോഡേൺ ലൈബ്രറി ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ SR രംഗനാഥനെയാണ്. അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് ആണ് ഫോർമുലേഷൻ ഓഫ് ഫൈലോസ്, ഡെവലപ്മെൻറ്റ് ഓഫ് CC കോളം ക്ലാസിഫിക്കേഷൻ, പ്രൊമോട്ടഡ് ലൈബ്രറി ലെജിസ്ലേഷൻ ആൻഡ് പബ്ലിക് ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലൈബ്രറി എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. നെക്സ്റ്റ്, regression analysis is concerned with prediction of
ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയാണ് റിഗ്രഷൻ അനാലിസിസ്. ഒന്നോ ഒന്നിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുകളെ അടിസ്ഥാനമാക്കി ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് റിഗ്രഷൻ അനാലിസിസ് മെയിൻലി ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റിസോഴ്സ് ഷെയറിങ്ങിൻ്റെ പാർട്ടല്ലാത്തത് ഏതാണ്? പേഴ്സണൽ മാനേജ്മെൻറ്റ്. റിസോഴ്സ് ഷെയറിങ് നമ്മൾ മുന്നേ പറഞ്ഞതുകൊണ്ട് നല്ല ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തൊന്ന് പറഞ്ഞു പോവാം. റിസോഴ്സ് ഷെയറിങ് എന്നത് ലൈബ്രറികൾ തമ്മിൽ ബുക്സ്, ഇൻഫർമേഷൻ റിസോഴ്സസ്, സർവീസസ് എന്നിവ പങ്കുവച്ച് യൂസേഴ്സിന് കൂടുതൽ കൺവീനിയൻ്റ് ആയ സർവീസസ് നൽകുന്നതിനാണ്. റിസോഴ്സ് ഷെയറിങ്ങിൽ വരുന്നതാണ് കോപ്പറേറ്റീവ് അക്വിസിഷൻ, ഷെയർഡ് കളക്ഷൻസ്, ഇൻ്റർ ലൈബ്രറി ലോൺ, ഡോക്യുമെൻറ്റ് ഡെലിവറി. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നത് ജീവനക്കാരുടെ നിയമനം, ട്രെയിനിങ്, മോണിറ്ററിങ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്നിവയുമായി റിലേറ്റഡ് ആണ്. സോ പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ് ഇതിൽ പെടാത്തത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ലൈബ്രറി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏത് ഇയറിലാണ്? 1910. പബ്ലിക് ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് ജനറലി കൺസിഡേർഡ് ടു ഹാവ് സ്റ്റാർട്ടഡ് ഇൻ ബറോഡ ഇൻ 1910. അന്ന് ഇന്ത്യയിൽ മറ്റൊരു പ്രദേശത്തും ഇത്രയും ഓർഗനൈസ്ഡ് പബ്ലിക് ലൈബ്രറി സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ബറോഡയുടെ റൂളറായ സയാജി റാവു ഗേക്വാഡ് III 1910 അമേരിക്കൻ ലൈബ്രറിയനായ വില്യം അലൻസൺ ബോർഡനെ ഇൻവൈറ്റ് ചെയ്തു ഒരു സയൻറ്റിഫിക് ആൻഡ് ഓർഗനൈസ്ഡ് പബ്ലിക് ലൈബ്രറി സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തു. ഇതിലൂടെ ബറോഡ ഇന്ത്യയിലെ ആദ്യമായി ഗവൺമെൻറ് സപ്പോർട്ടഡായ ഫ്രീ പബ്ലിക് ലൈബ്രറി നെറ്റ്വർക്ക് സ്ഥാപിച്ച പ്ലേസായി മാറി. ആൻഡ് ദീസ് ലൈബ്രറീസ് were open to everyone regardless of social background. നെക്സ്റ്റ്, സ്റ്റാഫ് എക്സ്ചേഞ്ച് ഈസ് എ പാർട്ട് ഓഫ് റിസോഴ്സ് പ്ലാനിങ്. റിസോഴ്സ് പ്ലാനിങ് എന്നത് സ്റ്റാഫ്, എക്യുപ്മെൻറ്റ്, സ്പേസ്, ഫണ്ട് തുടങ്ങിയ അവൈലബിൾ റിസോഴ്സസ് എഫക്റ്റീവായും സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിലൂടെയും ഉപയോഗിക്കുന്ന പ്രക്രിയയാണ്. സ്റ്റാഫ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ആയതുകൊണ്ട് സ്റ്റാഫ് എക്സ്ചേഞ്ച്, ട്രെയിനിങ്, റീഡിപ്ലോയ്മെൻറ്റ് എന്നിവ വരുന്നത് റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ അണ്ടറിലാണ്. നെക്സ്റ്റ്, ലൈബ്രറി ലെജിസ്ലേഷൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്താണ്? പ്രിലിമിനറീസ് ഓർ പ്രിയാമ്പിൾ. ഈ പ്രിലിമിനറീസ് ഓർ പ്രിയാമ്പിളിൽ എന്ന സെക്ഷൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലെജിസ്ലേഷൻ്റെ പേർപ്പസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫസ്റ്റത്തെ ഷോർട്ട് ടൈറ്റിൽ ഓഫ് ദ ആക്ട്, സെക്കൻഡ് എക്സ്റ്റെൻഡ്, അതായത് നിയമം ബാധകമായത് എവിടെയാണ് എന്നാണ്. തേർഡ് വൺ പ്രാബല്യത്തിൽ വരുന്ന തീയതി. ഫോർത്ത് ഡെഫിനിഷൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടേംസ്. ലൈബ്രറി ലെജിസ്ലേഷൻ്റെ 9 മെയിൻ കോമ്പണൻസ് ആണ് നെക്സ്റ്റ് 3 സ്ലൈഡ്സിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ സ്ലൈഡ്സും പോസ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അതിനെപ്പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുന്നതും നല്ലതായിരിക്കും. നെക്സ്റ്റ്, ലൈബ്രറി ടെക്നോളജി റിപ്പോർട്ട്സ് ആരുടെ പബ്ലിക്കേഷനാണ്? ALA, അമേരിക്കൻ ലൈബ്രറി അസോസിയേഷൻ. അമേരിക്കൻ ലൈബ്രറി അസോസിയേഷൻ്റെ പബ്ലിക്കേഷനാണ് ലൈബ്രറി ടെക്നോളജി റിപ്പോർട്ട്സ്. ലൈബ്രറി ടെക്നോളജി റിപ്പോർട്ട്സ് എന്നത് ലൈബ്രറികളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ്, ഡിജിറ്റൽ ടൂൾസ്, ടെക്നോളജി റിലേറ്റഡ് പ്രോജക്ട്സുകൾ എന്നിവയെക്കുറിച്ചുള്ള ഇവാലുവേഷൻസും അനാലിസിസും നൽകുന്ന ഒരു പ്രൊഫഷണൽ പബ്ലിക്കേഷനാണ്. ലൈബ്രറിയന്മാർക്ക് അവരുടെ ലൈബ്രറിക്ക് ആവശ്യമായ റൈറ്റ് ടെക്നോളജി തിരഞ്ഞെടുക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഈ പബ്ലിക്കേഷൻ അമേരിക്കൻ ലൈബ്രറി അസോസിയേഷൻ്റെ പബ്ലിഷിംഗ് ഡിവിഷനായ ALA ടെക് സോഴ്സ് വഴിയാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.